ഹലോ ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങൾ, നിങ്ങൾ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതായത് നിങ്ങൾക്ക് ആദ്യമേ പറയാം, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ളവർ, നിലവിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം. അപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുന്നവർ, ഇത് ആദ്യമായിട്ട് എത്തുന്നവർ, ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ, അതായത് RRB ടീച്ചർ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും നമ്മുടെ ഈ ചാനലിലുണ്ട്. നാളെയാണ് 28-ാം തീയതിയാണ്, 28/2. ഓക്കെ, 28/2/2025 ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പം ഇനിയും ആപ്ലിക്കേഷൻ അയക്കാനുള്ളവർ ആപ്ലിക്കേഷൻ അയക്കുക. ടെറ്റ് ഓർ CTET ആണ് വേണ്ടത്. ഓക്കെ, PGT അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് വേണ്ട, സെറ്റോ CTETോ ഒന്നും വേണ്ട. ജസ്റ്റ് PG + B.Ed മാത്രം മതി PGT അയക്കാൻ. PGT അയക്കാനായിട്ട് PGTക്ക് വേണ്ടി PG + B.Ed മാത്രം മതിയാവും PGT അയക്കാൻ. TGTക്ക് നിങ്ങൾ വേണ്ടത് ഡിഗ്രി പ്ലസ് B.Ed ഓർ DL.Ed. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് സംശയമുള്ളവർ ഒന്നുകൂടെ കാണുക. ഡിഗ്രി പ്ലസ് EL.Ed പ്ലസ് ടെറ്റ് ഓർ CTET ആണ് വേണ്ടത്. PRT ആണെങ്കിൽ PRT അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടത് TTC പ്ലസ് എന്താണ്, ടെറ്റ് ആണ്. TTC പ്ലസ് ടെറ്റ് ഓർ KTET ആണ് വേണ്ടത്. ഓക്കെ, ടെറ്റ് ഓർ CTET, CTET ആണ് വേണ്ടത്. ഓക്കെ, ഇതിനെല്ലാത്തിനും നിങ്ങളുടെ മാർക്ക്, ബേസിക് ക്വാളിഫിക്കേഷൻ്റെ, ഇപ്പോൾ PRT ആണെങ്കിൽ +2ൻ്റെ മാർക്ക് 50% വേണം. PGT ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ മാർക്ക് 50% വേണം. TGT ആണെങ്കിൽ DC ഡിഗ്രി ക്വാളിഫിക്കേഷൻ 50% മാർക്ക് വേണം. പിന്നെ SC/ST OBC കാൻഡിഡേറ്റ്സിനൊക്കെ 5% റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ അയക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് അത് അയക്കുക. ഓക്കെ, 28-ാം തീയതി വരെ നാളെ കൂടെ കാത്തിരിക്കരുത്. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കാനുള്ളവർക്ക് മാക്സിമം എന്ത് ചെയ്യുക, അയക്കുക. നാളേക്ക് ആകുമ്പോഴത്തേക്ക് സിസ്റ്റമൊക്കെ കുറച്ച് ഹാങ് ആവും, അപ്പോൾ വീണ്ടും അയക്കാൻ പറ്റത്തില്ല. ഇനി ഒരിക്കൽ കൂടി ഒരു എക്സ്റ്റൻഷൻ തരാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് അയക്കുക. എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് അയക്കുന്നതുമായിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ ഡൗട്ട്സും നമ്മുടെ ഈ ചാനലിൽ തന്നെ RRB, ഓക്കെ, ടീച്ചേഴ്സ് ക്ലബ് PSC എന്ന് പറയുന്ന ചാനലിൽ RRB ടീച്ചർ റെഗുലർ ബാച്ച് എന്ന് പറയുന്ന, RRB ടീച്ചർ റെഗുലർ ബാച്ച് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുകയോ കമൻ്റ് ഇടുകയോ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യുക. പരമാവധി കോൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കോളെല്ലാം തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരാൾ വിളിക്കുമ്പോൾ അയാൾക്ക് സംശയം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന കോളുകൾ ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഒരു തവണ വിളിച്ച് നിർത്തുന്നവർ വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പരമാവധി ഡൗട്ട്സ് നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, കൂടാതെ നമ്മുടെ ചാനൽ ഇത് കാണുന്നവർ, വീഡിയോ കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങളുടെ അതേ ക്വാളിഫിക്കേഷനുള്ള അയക്കാൻ പറ്റുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അതായത് ഏജ് ഓവർ ആയിരിക്കുന്നവർക്കൊക്കെ, PSC എഴുതാൻ ഏജ് ഓവർ ആയിരിക്കുന്നവർക്കൊക്കെ അപേക്ഷിക്കാം. അതായത് 48 + 3 വർഷം കൊറോണയുടെ വർഷം കൂടെ കിട്ടും. അങ്ങനെ ജനറൽ കാറ്റഗറിക്ക് 51 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത് OBC ആൻഡ് SC/ST ആണെങ്കിൽ വീണ്ടും, OBC ആണെങ്കിൽ 3 വർഷവും SC/ST ആണെങ്കിൽ 5 വർഷം കൂടെ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രായം ആയി എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ HSA കേരള PSC അയക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കോഴ്സ് 28-ാം തീയതി
2/2025 നമ്മുടെ RRBയുടെ കോച്ചിങ് ആരംഭിക്കുന്നത്. പുതിയ ബാച്ച്, രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുന്നത്. ഫീസ് 599 ആണ്. ആ കോഴ്സിനെ കുറിച്ച് അറിയുന്നതിനും അല്ലെങ്കിൽ ചേരുന്നതിനൊക്കെ ആഗ്രഹമുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും പറ്റാത്തവർ തീർച്ചയായിട്ടും താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. 77 36 75 0473. ഓക്കെ, ബാക്കിയുള്ള HSA, HSST, അതുപോലെ തന്നെ LPUP, HSA ജനറൽ ബാച്ചെല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഇതുവഴി തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ 28-ാം തീയതി, നാളെ 11:59 അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതായത് തെറ്റ് തിരുത്താം. ഓക്കെ, ചെറിയ തെറ്റുകൾ, മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. ഓക്കെ, ആ അവസരം തന്നിരിക്കുന്നത് അതായത് 28 കഴിഞ്ഞാൽ പിന്നെ 1-ാം തീയതി ആണല്ലോ. 1/3/2025 ടു അത് ഫീസ് അടയ്ക്കാനുള്ളതാണ്. ഫീസ് അടയ്ക്കാനൂടെ പറയാം. ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് 28-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-ാം തീയതി വരെ ഫീസ് അടയ്ക്കാം കേട്ടോ. 2-ാം തീയതി വരെ ഫീസ് അടയ്ക്കാനുള്ള ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ട് 3-ാം തീയതി മുതൽ 3/3/2025 ടു 12/3/2025. ഓക്കെ, മാർച്ച് 3 മുതൽ മാർച്ച് 12-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചോളണം, മാർച്ച് 3 ടു മാർച്ച് 12 ആണ്. ഈ മാർച്ച് 3 ടു മാർച്ച് 12 എന്ന് പറയുന്നത് ഇത് നോ ഫീസ്. ഓക്കെ, ഫീ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ടൈമിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, തിരുത്തുകയാണെങ്കിൽ, മുമ്പ് ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഫീ 250, ഓരോ എഡിറ്റിങ്ങിനും 250 കൊടുക്കണമായിരുന്നു. ഇതിൽ ഫീസ് ഇല്ല. ഓക്കെ, ഇതിൽ ഫീസ് ഇല്ല. പേയ്മെന്റ്, മോഡിഫിക്കേഷൻ ഫീസ് വിത്തൗട്ട് പേയ്മെന്റ് ഇല്ലാതെ, ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് 3-ാം തീയതി മുതൽ 12-ാം തീയതി വരെ എഡിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം 12-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 13-ാം തീയതി മുതൽ 13-ാം തീയതി മുതൽ 22-ാം തീയതി വരെ പേയ്മെന്റ് ചെയ്തും, അതായത് ഓരോ എഡിറ്റിങ്ങിനും 250 വെച്ച് പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പം പരമാവധി എഡിറ്റ് ചെയ്യാനുള്ളവർ, ഒരുപാട് പേർക്ക് തെറ്റുകൾ, മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവാം. അത് പറ്റിയിട്ടുള്ളവർ 12-ാം തീയതിക്ക് മുമ്പ് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള അവസരം അതായത് ഫീ പേയ്മെന്റ് ഇല്ലാതെ, വിത്തൗട്ട് ഫീല് എഡിറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, എഡിറ്റ് ചെയ്യാനുള്ള കാര്യം എന്തൊക്കെയാണെന്നുള്ളത് താഴോട്ട് പറയാം ഞാൻ. ഓക്കെ, അപ്പം ആ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ, ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ 1-2 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അത് അവസാനം പറയാം. ഫോട്ടോഗ്രാഫിന്റെ സൈസ് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. ഒപ്പിന്റെ സൈസ്. ഇനി ആപ്ലിക്കേഷൻ അയക്കാൻ പോകുന്നവർ നാളെയൊക്കെ ഈ അവിടെ ചെന്നിരുന്ന് ആപ്ലിക്കേഷൻ അയച്ച് അവസാനത്തെ പേജ് എത്തുമ്പോഴാണല്ലോ ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാൻ വരുന്നത്. അപ്പോഴാണ് എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം വേസ്റ്റ് ആവും, നമ്മുടെ ടൈം ഔട്ട് കഴിയും, വീണ്ടും ഒന്നേന്ന് കയറേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ആപ്ലിക്കേഷൻ അയക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ എഡിറ്റ് ചെയ്യുക. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയാം. ഓക്കെ, അപ്പം ആ മോഡിഫിക്കേഷൻ ഓഫ് ദ ആപ്ലിക്കേഷനിൽ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. മോഡിഫിക്കേഷൻ ഓഫ് ദ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്, എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ ആദ്യം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പേജ് ഉണ്ട്. നമ്മുടെ പേര്, നമ്മുടെ സെക്സ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, അതുപോലെ നമ്മുടെ ജിമെയിൽ, നമ്മുടെ ആധാർ, ഇതെല്ലാം കൊടുത്ത് ചെയ്യുന്ന ഫസ്റ്റ് പേജ് ഉണ്ട്. നമ്മുടെ OTP ഒക്കെ വന്ന് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, അതൊരിക്കലും നിങ്ങൾക്ക് തിരുത്താൻ പറ്റത്തില്ല. ഓക്കെ, അത് തിരുത്താനായിട്ട് പറ്റത്തില്ല, അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളണം. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് തിരുത്തുവാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ ഇവിടെ വിളിച്ച് ചോദിച്ചിട്ട് തന്നെ ഉള്ള 1-2 ആപ്ലിക്കൻസ് അതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് പേര് അതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ പേര് അല്ലെങ്കിൽ സെക്സ് ഒക്കെ എഴുതുമ്പോൾ ഫീമെയിലിന് വരെ മെയിൽ എഴുതുന്നവരുണ്ട്, മെയിലിന് വരെ ഫീമെയിൽ, അറിയാതെ പറ്റിപ്പോകുന്നതാണ്. അപ്പം അങ്ങനെ കുറേ മിസ്റ്റേക്സുകൾ അവിടെ വന്നിട്ടുണ്ടാകും. അതിനെന്ത് ചെയ്യാന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നിലവിൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ തരുന്ന സമയത്ത്, ഓക്കെ, 3-ാം തീയതി മുതൽ എഡിറ്റ് ഓപ്ഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID.
കേട്ടോ. അതും തിരുത്താൻ പറ്റത്തില്ല, പേരും തിരുത്താൻ പറ്റത്തില്ല, മൊബൈൽ നമ്പരും തിരുത്താൻ പറ്റത്തില്ല, ഇമെയിൽ ഒന്നും തിരുത്താൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ആ പേജ് തിരുത്താൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന പേജസുകളാണ് നമുക്ക് തിരുത്താൻ പറ്റുന്നത്. അത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ ഒരു പേജാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കിട്ടും, അതുപോലെ തന്നെ അതർ ഡീറ്റെയിൽസ് കിട്ടും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കിട്ടും, അപ്ലോഡ് നമ്മുടെ ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ കിട്ടും, പിന്നെ പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ. അതായത് ഇങ്ങനെ 1 2 3 4 5 പേജുകളാണ്. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് തിരുത്താൻ പറ്റും. പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് പേജിൽ നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന പേജിൽ നമ്മൾ കൊടുക്കുന്ന പേര്, നമ്മൾ കൊടുക്കുന്ന നെയിം, അതുപോലെ തന്നെ സെക്സ് കാര്യങ്ങളെല്ലാം ഈ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ആദ്യം വന്ന് കിടക്കും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ട് കിടക്കും. പക്ഷേ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ കണ്ടു കാണാം, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ അവിടെ നമുക്ക് തിരുത്തൽ വരുത്താൻ പറ്റത്തില്ല. അതായത് നാഷണാലിറ്റി ആദ്യം അതിന്റെ ഫസ്റ്റ് കോളം നാഷണാലിറ്റി ആയിരുന്നു. ഇന്ത്യ ആണോ, നേപ്പാളാണോ, ഭൂട്ടാണോ എന്നൊക്കെ തിരഞ്ഞെടുക്കാനുള്ള. അപ്പം നമ്മളത് ഇന്ത്യൻ എന്നായിരുന്നു കൊടുക്കേണ്ടത്. പിന്നെ ഫുൾ നെയിം കൊടുക്കണമായിരുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണമായിരുന്നു, ജെൻഡർ കൊടുക്കണമായിരുന്നു, ഫാദർ നെയിം കൊടുക്കണമായിരുന്നു, മദർ നെയിം കൊടുക്കണമായിരുന്നു. അത് റീടൈപ്പ് ഒക്കെ ചെയ്തിട്ട് എല്ലാം കൊടുക്കണമായിരുന്നു അല്ലേ. അതായിരുന്നു ആ ഫസ്റ്റ് പേജിൽ നമുക്ക് വരുന്നത്. പിന്നെ മൊബൈൽ നമ്പരും ജിമെയിലും ആധാറും വെരിഫൈ ചെയ്യണമായിരുന്നു. ഇതായിരുന്നു ഞാൻ ഈ പറഞ്ഞ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ പേജ്. ഈ പേജാണ് നോട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഈ പേജ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ആ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തവര്, അതായത് ഈ മിസ്റ്റേക്ക് വരുത്തിയവര്, ഇതിന്റെ താഴോട്ടുള്ള ബാക്കിയുള്ള ജെൻഡർ എന്ന് പറയുന്ന ഈ ജെൻഡർ സെലക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ജെൻഡറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ചിലർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. മെയിലിന് പകരം ഫീമെയിലൊക്കെ എഴുതിയവരുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫീമെയിലിന് പകരം മെയിലൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചവരുണ്ട്, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് വെച്ചവരുണ്ട്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കുക, വീണ്ടും വീണ്ടും ചോദിക്കരുത്. ഓക്കെ, അങ്ങനെ ഈ ഫസ്റ്റ് പേജിൽ ക്രിയേറ്റ് പേജിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിന്റെ അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, അത് ഉടനെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് CBT എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ആദ്യത്തെ ടെസ്റ്റ്, അത് കഴിഞ്ഞാൽ ഒരു ടാറ്റ് ടീച്ചർ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഡെമോ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് DV എന്ന് പറയുന്നതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നെക്സ്റ്റ് വരുന്നത് മെഡിക്കലാണ്. ഓക്കെ, ചെറിയൊരു മെഡിക്കൽ ടെസ്റ്റാണ്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ ക്രിയേറ്റ് പേജിൽ നൽകിയിരിക്കുന്ന ചില വിവരങ്ങൾ തെറ്റാണ്, ഇന്നതാണെന്നുള്ള ഒരു അഫിഡവിറ്റ്, ഒരു സാക്ഷ്യപത്രം നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു അഫിഡവിറ്റ്, ഒരു സാക്ഷ്യപത്രം, ഓക്കെ, ഒരു അഫിഡവിറ്റ് നിങ്ങൾക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത്, അതായത് നമ്മുടെ CBTയും ടാറ്റ കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് പറ്റിയ, അതായത് ഞാൻ ഈ പറഞ്ഞ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് പേജിൽ നിങ്ങൾക്ക് പറ്റിയ അച്ഛൻ്റെ പേര് വ്യത്യാസം വന്നതോ, അമ്മയുടെ പേരിൽ വ്യത്യാസം വന്നതോ, ജെൻഡറിൽ വ്യത്യാസം വന്നതോ, ഡേറ്റ് ഓഫ് ബർത്തിൽ വ്യത്യാസം വന്നതോ, നെയിമിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നതോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താം. ഓക്കെ, തിരുത്താൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റേ ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മുടെ മൊബൈൽ നമ്പരും ആധാറൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ഇനി നിങ്ങൾ അറിയാതെ വേറെ മൊബൈൽ നമ്പറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാനത് പറഞ്ഞപ്പോൾ. നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ്, നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ്, നമ്മുടെ CBT എഴുതി എക്സാം കഴിഞ്ഞു, നമ്മുടെ ടാറ്റും കഴിഞ്ഞു, നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ DVക്ക് വിളിക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ മിസ്റ്റേക്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കോപ്പിയൊക്കെ എടുത്ത് ഒരു അഫിഡവിറ്റ്, സാക്ഷ്യപത്രം നിങ്ങൾ നൽകിയാൽ അതവിടെ ക്ലിയർ ആക്കി കിട്ടും. അപ്പൊ ആ ഒരു കാര്യം ഒരു ടെൻഷൻ മാറി. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുള്ളവര് ടെൻഷൻ അടിച്ച് പഠിക്കാതിരിക്കേണ്ട, ധൈര്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, വേറെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് റിജക്ഷൻ ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് പേജാണ് ഈ കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞത് പേഴ്സണൽ ഡീറ്റെയിൽ. അപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽ നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ആ ക്രിയേറ്റ് പേജിൽ കൊടുത്ത നമ്മൾ ഏത് കൺട്രിയാണ് സെലക്ട് ചെയ്തത്, നമ്മുടെ ഫുൾ നെയിം അവിടെ വരും. അങ്ങനെയുള്ള കുറച്ച് നമ്മൾ അവിടെ കൊടുത്ത കുറേ കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വരും, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അവിടെ വരും, ഇമെയിൽ അഡ്രസ്സ് വരും, ഫാദേഴ്സ് നെയിം വരും,
നമ്മുടെ സെക്സ് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കും. ഞാൻ ഈ പറഞ്ഞ ആദ്യ പേജിൽ കൊടുത്ത വിവരങ്ങൾ. ഇതാണ് ഞാൻ ആദ്യമേ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. ഇതാണ് അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അത് അഫിഡവിറ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ ഇനി മുതലുള്ള ഭാഗങ്ങളാണ്. നിങ്ങളുടെ മെരിറ്റൽ സ്റ്റാറ്റസ് എഴുതുമ്പോഴത്തേക്ക് അൺമേരീഡ് ആണോ, ചിലർ മാരീഡ് അല്ലെങ്കിൽ മാരീഡ് എന്ന് കൊടുക്കും. മാരീഡ് കൊടുത്തിട്ട് ചിലപ്പോൾ അൺമേരീഡ് ആയിരിക്കും, അത് തിരുത്താൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ അതുപോലുള്ള മെരിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻ, നിങ്ങളുടെ മദർ ടങ് നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ മലയാളം എന്ന് എഴുതുന്നതിന് പകരം വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും ഓർക്കേണ്ട കാര്യം, പലരും ഇതെല്ലാവരും ശ്രദ്ധിച്ചോളണം, ചോയ്സ് ഓഫ് ലാംഗ്വേജ് പലരും തെറ്റിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട് മലയാളമാണെങ്കിൽ മലയാളം ഭാഷ തിരഞ്ഞെടുക്കുക. ഇംഗ്ലീഷ് കംഫർട്ട് ഉള്ളവർ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക. എപ്പോഴും ഡിഫോൾട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷാണ് റെയിൽവേയുടെ ഒക്കെ എല്ലാവരെയും ഡിഫോൾട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പൊ നമ്മൾ മലയാളം തിരഞ്ഞെടുത്തിട്ടില്ലാത്തവർ പരമാവധി മലയാളം കൊടുക്കുക. മലയാളം കൊടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എപ്പോഴും ഇംഗ്ലീഷ് പ്ലസ് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ കാണും, മലയാളത്തിലും ക്വസ്റ്റ്യൻ കാണും. അപ്പൊ ഇതാരും മറന്നു പോകരുത്. ചോയ്സ് ഓഫ് ലാംഗ്വേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫോൾട്ട് ലാംഗ്വേജ് കൊടുക്കുക കേട്ടോ. മലയാളം കൊടുക്കുക, മറന്നു പോകരുത്. പിന്നെ പെർമനന്റ് വിസിബിൾ മാർക്ക് ചിലർ 1 കൊടുത്തിട്ടുണ്ടാവും, ചിലർ 2 എണ്ണം കൊടുക്കാനുണ്ട്, ചിലർ 1.5 കൊടുത്തത്. 1 കൊടുത്തിട്ടുള്ളവർ 2 ഫില്ലപ്പ് ചെയ്യുക. ഓക്കെ, മദർ ടങ് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് അല്ലെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ വന്നതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലേ. പലർക്കും നോൺ ക്രിമിയൽ NCL കിട്ടിയിട്ടില്ല, NCL കിട്ടാത്തവരുണ്ട്. അല്ലെങ്കിൽ പഴയ NCL ഞാൻ പറഞ്ഞിട്ടുണ്ട്, NCL കിട്ടാൻ പലർക്കും ഡേറ്റിന്റെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ NCL കിട്ടാതെ വിഷമിക്കുന്നവർ വിഷമിക്കേണ്ട. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ ഇന്നും നാളെയും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള പറയാണ്. പഴയ NCL നിങ്ങൾ ഉണ്ടെങ്കിൽ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കോളം വരും. ഇവിടെ അതിന്റെ അതായത് സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ്, അത് എവിടെയാണ്, ആരിൽ നിന്നാണ് കിട്ടിയത്, തഹസിൽദാർ. ഓക്കെ, തഹസിൽദാർ എന്നുള്ളത് ഇതവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും. ഇത് കൊടുത്ത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ NCL അപ്ലൈ ചെയ്യുക. പുതിയത് കിട്ടുമ്പോൾ നമുക്ക് ഈ 3-ാം തീയതിക്ക് ശേഷം ഇവിടെ ഇതേപോലെ കാരണം തിരുത്താൻ പറ്റും. കമ്മ്യൂണിറ്റി നമുക്ക് SC ആണോ, ST ആണോ, OBC ആണോ, അൺറിസർവ്ഡ് ആണെന്ന് പറഞ്ഞ് തിരുത്താൻ പറ്റും. ഈ ഡേറ്റാസ് നമ്പർ തിരുത്താൻ പറ്റും, ഡേറ്റ് തിരുത്താൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്താം ഇവിടെ. അപ്പൊ നമുക്കത് അവിടെ എൻ്റർ ചെയ്ത് മാറ്റാം. പോട്ടെ. ഓക്കെ, അതുപോലെ അഡ്രസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, പെർമനന്റ് അതും പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. 2 ഒരേ അഡ്രസ് ഇട്ട് കൊടുത്തവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയവരുണ്ട്. അപ്പൊ അതൊക്കെ മാറിയിട്ടുള്ളവർ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാവുന്നതാണ്. അഡ്രസ് ഒക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, അപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ് അത്രേ ഉള്ളൂ. രണ്ടാമത്തത് അതർ ഡീറ്റെയിൽസ് ആണ്. അതർ ഡീറ്റെയിൽസിലാണ് ചോദിക്കുന്നത്, നിങ്ങൾ എക്സ് സർവീസ് മാൻ ആണോ, ഡിസബിലിറ്റി ബെഞ്ച് മാർക്ക് ഉള്ളതാണോ, നിങ്ങൾക്ക് സ്ക്രൈബിനെ വേണമോ എന്നൊക്കെ ചോദിക്കത്തില്ല. പകരത്തിന് എഴുതാനായിട്ടും അല്ലെ വായിച്ചു തരാനായിട്ടൊക്കെ ആളിനെ വേണോ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളെല്ലാം നമുക്ക് തിരുത്താം കേട്ടോ. അവിടെ ചിലർ സ്ക്രൈബിനെ വേണോ എന്നുള്ളിടത്ത് S എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്ക്രൈബിന്റെ ആവശ്യമില്ല, പകരത്തിന് എഴുതാനൊന്നും ആള് വേണ്ടല്ലോ. കൈ പ്രശ്നമുള്ളവരോ കണ്ണ് പ്രശ്നമുള്ളവരൊന്നും അല്ലല്ലോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, മാറ്റുക. കാരണം അങ്ങനെയൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് അവസരം തന്നിട്ടും നിങ്ങൾ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ, നിരുപാധികം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യം, ഫസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് പേജ് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് അഫിഡവിറ്റ് കൊടുത്ത് ചെയ്യാം. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ അഫിഡവിറ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന് നിങ്ങൾക്ക് ഓൾറെഡി അവസരം തരുന്നുണ്ട്, 10 ദിവസത്തോളം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു തരത്തിലുള്ള ഉപേക്ഷ അവർ കാണിക്കത്തില്ല, നിരുപാധികം അവർ റിജക്ട് ചെയ്യും. അപ്പം പിന്നെ അതുപോലെ തന്നെ പലരും തെറ്റായി ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, EBC എന്നുള്ളത് അല്ലെ, എക്കണോമിക്കലി ബാക്ക്വേർഡ് എന്നുള്ളത്. അല്ലാത്തവര് S എന്ന് കൊടുത്തിട്ടുണ്ട്, ആകുന്നവർ തിരിച്ച് നോ എന്നും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് നോക്കിയിട്ട് തിരുത്തണം. അങ്ങനെ കൊടുത്തിട്ടുള്ളവര് അതൊക്കെ തിരുത്തണം കേട്ടോ. അപ്പൊ അതൊക്കെ തിരുത്താനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അപ്പൊ അതർ ഡീറ്റെയിൽസിൽ അത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതർ ഡീറ്റെയിൽസിൽ അങ്ങനെയുള്ള എക്സ് സർവീസ് മാൻ ആണെന്നോ, ഡിസബിലിറ്റി ബെഞ്ച് മാർക്ക് ഉണ്ടെന്നോ, പിന്നെ സ്ക്രൈബിനെ വേണമെന്നോ, എക്കണോമിക്കലി ബാക്ക്വേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തിരുത്താൻ പറ്റും. ഓക്കെ, തിരുത്തുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമ്മൾ വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിലോ, സ്റ്റേറ്റ് ആഡ് ചെയ്തിരിക്കുന്നതിലോ, കോളേജ് യൂണിവേഴ്സിറ്റി ആഡ് ചെയ്തിരിക്കുന്നതിലോ, ഡേറ്റ് ഓഫ് പാസിംഗ്, പെർസെൻറ്റേജ്, ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ
അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റും, തിരുത്താവുന്ന. അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് ഫോട്ടോയും സിഗ്നേച്ചറും. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും പലരും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആണ്. ഓക്കെ, രണ്ടിനും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഫോട്ടോയുടെ സൈസ് പറയാം. ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് JPEG അല്ലെങ്കിൽ JPG ആണ് ഫോർമാറ്റ്. 50 KB മുകളിലും 100 KB താഴെയും നിൽക്കണം ഫോട്ടോയുടെ സൈസ്. 50 KB മുകളിൽ 100 KB താഴെ നിൽക്കണം. അതിന്റെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ 320x240 എന്ന് പറയുന്നത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഒന്നിട്ട് 320x240 അല്ലെങ്കിൽ 35mm x 45mm ആണ് ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. ഇനി സിഗ്നേച്ചറിന്റെ സൈസ് എന്ന് പറയുന്നത്, സിഗ്നേച്ചറിന്റെ സൈസ് അതും ഈ നമ്മുടെ ഇമേജിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് JPEG JPG തന്നെയാണ്. അതിന്റെ സൈസ് 140x60 പിക്സൽ ആണ് കേട്ടോ. 140x60. മറ്റത് ഇവിടെ 320x240 ആണ് ഫോട്ടോ ആകുമ്പോഴത്തേക്ക്. പക്ഷെ സിഗ്നേച്ചർ 140x60. 30 KB താഴെ പോവാനോ 50 KB മുകളിലാകാനോ പാടില്ല. ഓക്കെ, അതാണ് സിഗ്നേച്ചറിന്റെ സൈസ്. ഓക്കെ, ഇതാണ് ഫോട്ടോയുടെ സിഗ്നേച്ചറിന്റെ സൈസ്. ഇനി പലരും ഫോട്ടോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഈ ഫോട്ടോ കണ്ടിട്ട്, ഈ സിഗ്നേച്ചർ കണ്ടിട്ടില്ല, ഇത് കുഴപ്പമാണല്ലോ, പ്രശ്നമാണല്ലോ, ക്ലാരിറ്റി ഇല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോയിൽ, അതായത് എപ്പോഴും സിഗ്നേച്ചർ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുകയും വേണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള തൊപ്പി വെച്ചതോ കൂളിംഗ് ഗ്ലാസ് വെച്ചതോ ചരിഞ്ഞിരിക്കുന്നതോ മലർന്നിരിക്കുന്നതോ തിരിഞ്ഞിരിക്കുന്നതോ മുഖം വ്യക്തമാകാത്തതോ ഓക്കെ, അതൊക്കെ ചിലപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ടാവും. സൈസ് ക്ലിയർ ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പൊ കറക്റ്റ് സ്ട്രെയിറ്റ് ലെവലിലുള്ള നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറിയാമല്ലോ. അപ്പൊ ആ ലെവലിലുള്ള ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോയും റിമൂവ് ചെയ്തിട്ട് പുതിയത് അപ്ലോഡ് ചെയ്യണം. ഒപ്പ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒപ്പും സിഗ്നേച്ചറും റിമൂവ് ചെയ്തിട്ട് പുതിയത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പുതിയത് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോയ്ക്കോ സിഗ്നേച്ചറിനോ എന്തെങ്കിലും ഇഷ്യൂസ് അവർക്കത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിരുപാധികം ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിച്ചോളണം. നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഈ ഫോട്ടോ ശരിയാകത്തില്ല, ഈ സിഗ്നേച്ചർ ശരിയാകത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തിട്ട് പുതിയത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളത് അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ പോസ്റ്റ് അവൈലബിലിറ്റിയാണ് കാണിച്ചത് അല്ലേ. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പോസ്റ്റ് എല്ലാം, ഈ കാണുന്ന പോസ്റ്റ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. 1 2 3 4 എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഇപ്പം ഇത് വേറൊരു നിന്നാണ്, ഇവിടെ നിന്നൊരു പോസ്റ്റിനൊക്കെ ഇൻഡു കിടക്കും. ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് ഇവിടെ വരുന്നത്, ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്നത് അല്ലേ. ഓരോന്നിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വരും, ഓരോന്നിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള ഒന്നും കാണത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞ് തുടക്കത്തിൽ ഒരു കാര്യം നിങ്ങളോട് വായിച്ചു തന്നായിരുന്നു അല്ലേ, വായിച്ചു തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയത്തില്ല. എന്താണ് വായിച്ചു തന്ന? എന്തായിരുന്നു അത്? എല്ലാവർക്കും സംശയമുള്ളവരായിരിക്കും. സംശയമുള്ളവർക്ക് സംശയം തീർത്തു തരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. അതായത് ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫ്രം ഇൻക്ലൂഡിംഗ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID. ശ്രദ്ധിച്ചോളണേ. ആൻഡ് ചോസൻ റെയിൽവേ കനോട്ട് ബി ചേഞ്ച്ഡ്. നിങ്ങൾ ഒരിക്കൽ സെലക്ട് ചെയ്ത റെയിൽവേ സോൺ മാറ്റാൻ പറ്റത്തില്ല. കനോട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ, റെയിൽവേ സോൺ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സോൺ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് പറ്റത്തില്ല? ഞാൻ ഈ അവസാനം ലാസ്റ്റ് പറഞ്ഞ ഈ പോസ്റ്റ് ഇവിടെ കാണത്തില്ല. റെയിൽവേ സോൺ മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പോസ്റ്റ് ഇവിടെ കാണാത്തത്. നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കും. പക്ഷെ അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്താണ്? നിങ്ങളിതാ 1 2 3 4 5 എന്ന് പറഞ്ഞ പോസ്റ്റ് സെലക്ട് ചെയ്തിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഈ 6ാമത്തെ പോസ്റ്റ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. എനിക്ക് ജോലി കിട്ടണമെങ്കിൽ ആദ്യം ഈ 6ാമത്തെ പോസ്റ്റാണ് എനിക്ക് കിട്ടേണ്ടത്. അതിനെ നിങ്ങൾക്ക് എടുത്ത് 1ാമതായിട്ട് കൊണ്ടുവയ്ക്കാം. 6ാമത്തതിനെ 1ാമതായിട്ട് കൊണ്ടുവച്ചിട്ട് 1ാമത്തതിനെ 6ാമതാക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓർഡർ ഓഫ് പ്രിഫറൻസ് നിങ്ങൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരമുണ്ട്. ഓർഡർ ഓഫ് പ്രിഫറൻസ് മാത്രമാണ് എഡിറ്റിങ്ങിനുള്ള അവസരമുള്ളത്. ബാക്കിയുള്ള റെയിൽവേ സോണ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരിക്കലും തന്നെ ഇവിടെ പോസ്റ്റ് വേറെ ഒന്നും വന്ന് കിടക്കത്തില്ല.
അപ്പം അതും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഇതിന്റെ കൊടുത്തിരിക്കുന്ന ആ നമ്പർ ചോയ്സ് നിങ്ങൾക്ക് മാറ്റിയും തിരിച്ചും കൊടുക്കാൻ പറ്റും. അപ്പൊ അതും അവിടെയാണ് എഡിറ്റിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എഡിറ്റിംഗ് ചെയ്ത് ആപ്ലിക്കേഷൻ ക്ലിയർ ആക്കി വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് ആപ്ലിക്കേഷൻ നിരുപാധികം അവർ നിരസിക്കും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 10th റോൾ നമ്പർ, നമ്മുടെ ക്വാളിഫിക്കേഷൻ റോൾ നമ്പർ, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, പിന്നെ നിങ്ങളുടെ ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ നിരസിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സാധനങ്ങളാണ് അഡ്രസ് വെരിഫിക്കേഷന്റെ സാധനങ്ങൾ. കറക്റ്റ് ആയിരിക്കണം, പെർമനന്റ് ആൻഡ് ഇപ്പോഴത്തെ പ്രസന്റ് അഡ്രസ്സ്. ഓക്കെ, അതൊക്കെ ഓക്കെ ആക്കുക, റെഡി ആക്കുക. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന് റോൾ നമ്പർ, ഞാൻ 10th എന്ന് എഴുതിയിരിക്കുന്നത് 10th ആണ്, പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നത്. അതിൽ സീരിയൽ നമ്പറും ചോദിച്ചിട്ടുണ്ട്, റോൾ നമ്പറും ചോദിച്ചിട്ടുണ്ട്. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. സീരിയൽ നമ്പറിനെ റോൾ നമ്പർ ആയിട്ട് കൊടുക്കും, റോൾ നമ്പറിനെ സീരിയൽ നമ്പർ ആയിട്ട് കൊടുക്കും. അത് കറക്റ്റ് ആണോ നോക്കുക. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നതും കറക്റ്റ് ആണോ നോക്കുക. ക്വാളിഫിക്കേഷൻ ഒരുവിധം കറക്റ്റ് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. എന്നാലും ഒന്നും കൂടി ഇത് ചെക്ക് ചെയ്യുക. സംശയമുള്ളവർ ആ ക്വാളിഫിക്കേഷൻ്റെയൊക്കെ റോൾ നമ്പർ, നിങ്ങളുടെ 10 മുതൽ 10, +2, ഡിഗ്രി, PG, B.Ed, അതുപോലെ തന്നെ TTC, അതുപോലെ തന്നെ ടെറ്റ്, സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കറക്റ്റ് കൊടുത്തിരിക്കണം. അതൊക്കെ റിജക്റ്റ് ആയി പോകും. കാരണം ഓരോ കാസ്റ്റിനും ഓരോ കമ്മ്യൂണിറ്റിക്കും പെർസെൻറ്റേജ് ഉണ്ട്. ആ പെർസെൻറ്റേജ് വെച്ചാണ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള പെർസെൻറ്റേജ്, ചില ക്വാളിഫിക്കേഷൻ 50% ആണ്, ചിലത് 55 ആണ്. അതിൽ റിസർവ്ഡ് കാറ്റഗറിക്ക് ഇത് രണ്ടിൽ നിന്നും 5% കുറയും. 50 ഉള്ളത് 5% കുറഞ്ഞ് 45 ആവും. 55 ഉള്ളത് 5% കഴിഞ്ഞ് 50 ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ പെർസെൻറ്റേജ് കറക്റ്റ് കൊടുക്കണം. എല്ലാ ക്വാളിഫിക്കേഷനും പെർസെൻറ്റേജ് കറക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നിരുപാധികം തള്ളപ്പെടും. കാരണം പെർസെൻറ്റേജ് തന്നിരിക്കുന്നതിനാണ്, ആ പെർസെൻറ്റേജ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 70% ഉണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും കഫയിൽ പോയിരുന്ന് ചെയ്തപ്പോഴോ എവിടെയെങ്കിലും പോയിരുന്ന് ചെയ്ത സമയത്ത് അവർ തെറ്റി ടൈപ്പ് ചെയ്ത് കാണാം, 50 ഇട്ട് കാണും, അല്ലെങ്കിൽ 45 ഇട്ട് കാണത്തുള്ളൂ. 50 വേണമായിരുന്നു, 70 ഉള്ളതാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിരുപാധികം നിങ്ങൾ ആപ്ലിക്കേഷൻ തള്ളിപ്പോവും. ഇപ്പോഴും ഓക്കെ, ഫീസൊക്കെ അടച്ചു, പക്ഷേ അതിന്റെ സ്ക്രൂട്ടിനി നടക്കുമ്പോഴത്തേക്ക് അത് തള്ളിപ്പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോട്ടോയൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്തിരിക്കേണ്ടത് കേട്ടോ. ഒരുപാട് കുറിയും അതും ഇതും ഒക്കെ ഇട്ട് ഇരിക്കരുത്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിങ്ങളെ കണ്ടാൽ നിങ്ങളാണെന്ന് മനസ്സിലാകണം. ഓക്കെ, നിങ്ങളുടെ ഐഡിയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, അല്പമെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോട്ടോയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ മാറ്റുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, നിരുപാധികം നിരസിക്കും. ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇതിലൊന്നും ഡൗട്ട് വരാൻ സാധ്യതയില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് വരുന്നെങ്കിൽ തന്നെ 3-ാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. ഇനി മുൻകൂട്ടി എന്തെങ്കിലും ഡൗട്ട്സ് അറിയണമെങ്കിൽ മെസ്സേജിലൂടെയോ കമന്റ്സിലൂടെയോ ഒക്കെ ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. പിന്നെ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർക്ക് 28-നാണ് നമ്മുടെ RRBയുടെ കോഴ്സ് ആരംഭിക്കുന്നത്. അതിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് TGTയും PGTയുടെയും അതുപോലെ തന്നെ PRTയുടെയൊക്കെ കോഴ്സ് ആരംഭിക്കുന്നത് 28-നാണ്. 28-ാം തീയതിയാണ് കോഴ്സ് ആരംഭിക്കുന്നത്. ഫീസ് 599 രൂപയാണ്. ഓക്കെ, ബാക്കി HSA, LPUP, HSA ജനറൽ, HSA എന്ന് പറഞ്ഞാൽ 2 NS-ഉം നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസേ ഉള്ളൂ, ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ജനറൽ ബാച്ച്, HSAയുടെ ജനറൽ ബാച്ചും ഉണ്ട്. അതിലും ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക, നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, അതായത് വിഷമിച്ചിരിക്കുന്നവരിലേക്ക് അത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒരവസരം അവർക്കും കൂടെ കിട്ടട്ടെ കേട്ടോ. അതായത് ഇപ്പോൾ ഏജ് ഓവർ ആയിട്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. ഓക്കെ, PSCയിൽ ഇപ്പോൾ വിളിച്ച് HSA അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ, എല്ലാ ക്വാളിഫിക്കേഷൻ ഉണ്ട്, സെറ്റും CTETും ടെറ്റും MSCയും B.Ed ഒക്കെ ഉണ്ട്, പക്ഷേ ഏജ് ബാർ കഴിഞ്ഞതിനാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വീഡിയോയും നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യുക. അതുപോലെ നിലവിൽ ഇനി വരുന്ന എല്ലാ അപ്ഡേഷനും
കുറച്ച് ഫ്രീ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. ബാക്കിയുള്ളതെല്ലാം പെയ്ഡ് ക്ലാസ്സിനായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിലവിൽ ഇനി വരാൻ പോകുന്ന KVSന്റെ കേന്ദ്ര വിദ്യാലയ സംഘത്തിന്റെ പോസ്റ്റുകൾ, അതുപോലെ തന്നെ മറ്റൊരുപാട് ടീച്ചിങ് പോസ്റ്റുകൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനലിൽ സ്റ്റേ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനെ ഓണാക്കി വെച്ചിരിക്കുക. തീർച്ചയായിട്ടും എല്ലാ അപ്ഡേഷനുകളും പരമാവധി ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ജയ് ഹിന്ദ്.